നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. കുടിവെള്ള പ്രശ്നവും ആനക്കല്ല് അങ്കണവാടി തുറക്കാത്തതിലും ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ചാണ് പ്രതിഷേധിച്ചത്. നടക്കണ്ടേ 2 മാസത്തിൽ കൂടുതൽ അവിടെ എന്താ തടസ്സം? ഞാൻ ചോദിക്കട്ടെ, അവിടെ എന്താ തടസ്സം? അംഗനവാടി തുറക്കുന്നതിന് തടസ്സത്തിന്റെ കേസ് ആദ്യം 2 കാലുവാണായിരുന്നു. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കുക, ആശ്രയ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് കിറ്റ് ഉടൻ വിതരണം ചെയ്യുക, വാർഡ് 2-ലെ ആനക്കല്ല് പ്രദേശത്തെ അംഗനവാടി അടിയന്തരമായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക എന്നിവയാണ് സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 700-ൽ പരം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. സമീപ പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ടെങ്കിലും ചോക്കാട് പഞ്ചായത്തിൽ ഭരണസമിതി ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലവിലുണ്ടായിട്ടും കുടിവെള്ള വിതരണം ചെയ്യാൻ പോലും നടപടി സ്വീകരിക്കുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു. ആശ്രയ പദ്ധതി വൈകിപ്പിക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നതെന്നും ആശ്രയ പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ ഫണ്ടും പഞ്ചായത്തിൽ ലഭ്യമായിരിക്കെ ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും അനാസ്ഥ മൂലം പദ്ധതി നടപ്പാക്കാതെ കിടക്കുകയാണ്. ഇതിലൂടെ പാവപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും നിഷേധിക്കപ്പെടുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. 3 മാസം മുൻപ് അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം കാരണം ICDS ഇടപെടലോടെ ആനക്കല്ല് അംഗനവാടി അടച്ചുപൂട്ടിയിരുന്നു. കേരള സർക്കാരിന്റെ സ്മാർട്ട് അംഗനവാടി പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 40 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടും വൈദ്യുതി കണക്ഷൻ പോലും ലഭ്യമാക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ഡിവൈഎഫ്ഐ നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ മെയ് 5-ന് അടിയന്തര ബോർഡ് യോഗം ചേർന്ന് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിനും ആശ്രയ പദ്ധതി നടപ്പിലാക്കുന്നതിനും അംഗനവാടി തുറക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ICDS സൂപ്പർവൈസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും തീരുമാനമായതായി സമരക്കാർ പറഞ്ഞു. ഡിവൈഎഫ്ഐ ഇന്ന് പഞ്ചായത്തിൽ സെക്രട്ടറിനെ വന്ന് ഞങ്ങൾ പ്രധാനമായും 4 വിഷയമാണ് ഉന്നയിച്ചത്. ഒന്ന്, അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുണ്ട്. ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ അംഗനവാടി, പരുത്തിപ്പറ്റയിലെ അംഗനവാടി, ആനക്കല്ല് അംഗനവാടി കുറച്ച് കാലങ്ങളായി അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിന് ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അത് തുറന്ന് പ്രവർത്തിക്കണം. കുട്ടികൾ അതിരൂക്ഷമായ രീതിയിൽ അതീവമായിട്ട് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ ആശ്രയ കിറ്റ് പദ്ധതി ഈ പഞ്ചായത്തിനകത്ത് അത് നടത്തിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ ആ ഒരു വിഷയത്തിലില്ല. പക്ഷെ പഞ്ചായത്ത് ആസൂത്രിതമായി ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒക്കെ നടത്തിയിട്ടുള്ളത്. സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് പറയണത് അത് ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇത് കൊടുക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ സെക്രട്ടറി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതിയെ തൽക്കാലം മാറ്റിവെച്ചെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. ഞങ്ങൾ ഈ തീരുമാനമാകണവരെ ഈ പഞ്ചായത്തിൽ ഇരുന്നു കൊണ്ട് ആ വിഷയത്തിന് അടിയന്തരമായി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഈ പഞ്ചായത്തിൽ കുത്തിരുന്ന് തീരുമാനമാക്കുന്നു. സമരത്തിന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി കെ റനീത്, മേഖലാ പ്രസിഡന്റ് തെച്ചിയോടൻ റിയാസ്, ട്രഷറർ രാഹുൽ എടപ്പലം, മേഖലാ ജോയിന്റ് സെക്രട്ടറി ശിവപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്.